CPM ഭരണപക്ഷത്ത് നിന്ന് എന്താ പറയുക പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാനതിൻ്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെൻ്ററി പാർട്ടിക്ക് CPM ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് അവിടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന്. എനിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് കത്ത് കൊടുക്കും. എന്നിട്ട് സ്പീക്കർ എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ആലോചിക്കാം. അല്ല, ഞാൻ പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവരോട്. പിന്നെ നിയമസഭയിൽ ഇപ്പം നിലത്ത് തറയിൽ ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റുള്ളതാണ്. ഒരു തോർത്തമുണ്ട് കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. അല്ല, ഇനിയിപ്പം നമ്മൾ തറയിലിരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു വിഷമം നമ്മുടെ സീറ്റിൽ കയറി ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലോ, ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് വോട്ട് എൻ്റെ ഉണ്ടല്ലോ, ആ സ്ഥിതിക്ക് ചിലപ്പോൾ കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല. എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ തറയിൽ മുണ്ട് വിരിച്ചിരിക്കാനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്നോളാം. താങ്കൾക്കെതിരെ നിരന്തരമായിട്ട് കേസുകൾ വരുന്നുണ്ട്. അതിലൊരു പരാതിക്കാരൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നതാണ്. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി താങ്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കാം. ഉറപ്പല്ലേ, കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയൊരു 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഞാനിപ്പം LLB ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് വാദിക്കാമല്ലോ. അപ്പോൾ അത് LLBൻ്റെ വല്ല ഷോർട്ട് ടേം കോഴ്സ് ഒരു കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു വക്കീലെ തിരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു ആലോചന കൂടെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 9-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ SOG കമാൻഡറിൽ പരാതി കൊടുത്ത് മഞ്ചേരി സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇത്രയും ദിവസം അതിന് പരാതിയില്ല, കേസുമില്ല. ഇന്നലെ മാത്രം കേസ് എടുക്കുന്നു. അപ്പോൾ അതിലൂടെ അസ്വാഭാവികത. എല്ലാം അസ്വാഭാവികമല്ലേ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ 2 ആളുകളെ ഞാൻ ഈ സമൂഹത്തിന് മുമ്പ് പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അവർ സ്വർണം കൊണ്ടുവന്നവരും അതിനെ എങ്ങനെയാണ് പോലീസ് അടിച്ചു മാറ്റിയത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കുകയല്ല ചെയ്തത്. ആ കുടുംബം ഉൾപ്പെടെ കേരളത്തിലെ സമൂഹത്തോട് ഞങ്ങളിങ്ങനെ കൊടുന്നു, ഇങ്ങനെ പോലീസ് ചെയ്തു. ആ കുടുംബം, ആ വ്യക്തികളെ, ആ 2 വ്യക്തികളെടുത്ത് പോയിട്ട് പോലും ഇതുവരെ ഈ പറയുന്ന SIT അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ അത് പ്രഹസനമായി പോകുന്നു. ഇപ്പം എൻ്റെ പേരിൽ കേസെടുക്കാൻ എന്താ മാർഗം? SIT ഉൾപ്പെടെ കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കേസെടുക്കട്ടെ എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ.